ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്കൊരു ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണേ. ഇത് എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറി കഴിഞ്ഞ് എൻ്റെ 6ാം മാസത്തിലുള്ള പ്രോഗ്രസിങ് വീഡിയോ ആണ്. എൻ്റെ സർജറി മുതലുള്ള ഈ ഒരു നിമിഷം വരെയുള്ള എല്ലാ ഫിസിയോതെറാപ്പി വീഡിയോസും ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് HKFO കാലിപ്പറാണ്. ഈ കാലിപ്പർ വെച്ചാണ് ഞാൻ ജസ്റ്റ് നടക്കാറ്. നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ജസ്റ്റ് വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടന്ന് തിരിച്ചു വരുന്നതാണ്. ഇത് നമുക്ക് ഹിപ്പിനും നീക്കും ഒരു ലോക്കുണ്ട്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ആണ് വീഴുന്നത്. ഇടയ്ക്ക് നമ്മൾ ചെറിയതായിട്ടൊന്ന് ചെരിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീഴാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതാണ് ഹസ്ബൻഡ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീക്കും ഒരു ലോക്കും ഹിപ്പിൻ്റെ ലോക്കൊന്ന് ടൈറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ പതുക്കെയാണ് നടക്കുന്നത്. ഇതിന് മുന്നേ ഹസ്ബൻഡായിരുന്നു ബാക്ക് പിടിക്കുമായിരുന്നു. കാരണം നമുക്ക് ഹിപ്പിനൊക്കെ ബാലൻസ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇന്നൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. വിത്തൗട്ട് സപ്പോർട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഹാൾ വരെ പോയി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടേക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും നമുക്ക് ആ വാക്കർ പിടിക്കുമ്പോൾ. നമ്മൾ ഓരോ കാല് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമ്മൾ ഓവർ പ്രഷർ എടുത്താണ് നമ്മൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നത് കൈക്കാണ്. കാരണം ഹിപ്പിന് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് കാല് മുന്നോട്ട് വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുക്കുന്നുണ്ട്. അത് ഞാൻ പക്ഷേ ഇതിൽ ഇട്ടിട്ടില്ല. അത് ഇടയ്ക്ക് എനിക്ക് കുറച്ച് നടക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി കൈയൊക്കെ ഒന്ന് കുടയാനും ജസ്റ്റ് ഒന്ന് ബാലൻസ് നിൽക്കാനും വേണ്ടി നമ്മളൊന്ന് ബ്രേക്ക് എടുക്കും. അത് ഞാൻ ഹസ്ബൻഡ് പുറകിൽ വന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ഞാൻ കൈ വിട്ടിട്ട് കൈ ഒന്ന് കുടയോ ഒന്ന് ഞെട്ടൊക്കെ ഒടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നടക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഈ സെയിം തന്നെ കാലിപ്പറാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാലിപ്പർ നമുക്ക് കട്ട് ചെയ്ത് വിടുന്നത്. ഇപ്പം എനിക്ക് ബാലൻസ് ഹിപ്പിനില്ലാത്തത് കൊണ്ട് ഹിപ്പിന് ബാലൻസോട് കൂടിയുള്ള കാലിപ്പറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചെറുതായിട്ട് ഇപ്പോഴും എനിക്കൊരു ചെറിയൊരു ആട്ടം ഉണ്ട് എൻ്റെ ഒരു ഹിപ്പിന്. അത് പതുക്കെ പതുക്കെയാണ് മാറി വരുവുള്ളൂ. ആ ഒരു മാറി വരുന്ന സ്റ്റേജിലാണ് നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ബെൽറ്റ് കട്ട് ചെയ്തിട്ട് തൊടയുടെ അവിടുന്ന് പിന്നെയും ഒരു കാലിപ്പർ ഉണ്ടാവും. അതിന് ശേഷമാണ് മുട്ടിൻ്റെ അവിടെ നിന്നുള്ള കാലിപ്പർ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും നമുക്ക് കാലിപ്പർ ഉണ്ടായിരിക്കുന്നത്. പിന്നെ വാക്കറിലുള്ള നടത്തം നമുക്കത് മാറ്റും. വാക്കറിൽ ഇപ്പം നടക്കുന്നതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് അത് എൽബോ ക്രച്ചിൽ പഠിപ്പിക്കും. അതിന് ശേഷം ആണ് ഒരു എൽബോ ക്രച്ചിൽ നടന്ന് പഠിക്കേണ്ടത്. പണ്ടത്തെ പോലെ നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ചെറുതായിട്ടൊക്കെ നടക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സഹായിക്കും വിത്ത് എൽബോ ക്രച്ച്. വാക്കറിൽ നമ്മൾ ഇപ്പോൾ ഒരു ബാലൻസിന് വേണ്ടി മാത്രമാണ് വാക്കർ നമ്മളെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ എൽബോ ക്രച്ചിൽ നടക്കണം. ഇതുപോലെ വിത്തൗട്ട് സപ്പോർട്ടിൽ എൽബോ ക്രച്ച് 2 കൈയിലും വെച്ചിട്ട് നടക്കണം. അതിനുശേഷം ഒരു എൽബോ ക്രച്ചിന് വേണ്ടി നമ്മളെ പഠിപ്പിക്കും. എന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഓവറെന്ന് പറഞ്ഞാൽ നല്ല പ്രഷറോട് കൂടിയാണ് ഞാൻ ഒരു കാലെടുത്ത് വെക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി ബലമില്ല നമ്മുടെ കാലിന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കാലിപ്പറിൻ്റെ വെയിറ്റ് കൂടെ വരുമ്പോൾ ഭയങ്കര പാടാണ്. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഹോൾഡ് ചെയ്ത് ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കാലെടുത്ത് വെക്കുന്നത്. ഈ നിൽക്കുന്നത് ഞാനൊരു ബ്രേക്ക് എടുക്കുന്നതാണ്. കാരണം കുറേ നടന്നതിന് ശേഷം പിന്നെ കുറേ അല്ല, കുറച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. നമുക്ക് വേദന വരും പുറകിൽ. 6 മാസം, ഇന്നിപ്പോൾ 7ാം മാസമായി. 7 മാസം ആകുമ്പോൾ പോലും നമ്മുടെ ബാക്കിലത്തെ പെയിനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടെ ഭയങ്കര മരവിപ്പ് കൂടുതലായിരിക്കും. പിന്നെ ഫിംഗേഴ്സിന് ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. പിന്നെ ബാക്കിലത്തെ പെയിനാണ് നമുക്ക് ഇതുവരെ മാറാത്തത്. അത് കുറച്ച് ടൈം എടുക്കും മാറാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഒരു നടക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെയുള്ളവരും, അതായത് ഇതിനേക്കാളും വേഴ്സ്റ്റായ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ മൈൻഡൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഓൾറെഡി ബെഡിൽ തന്നെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓൾറെഡി
ഔട്ടായി പോവും. അതിനു വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് തന്നെ തുടങ്ങിയത്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്, കുടുംബത്തിലെ ആരും ഇല്ല, കൂടെ ഇല്ല, ഒരാളെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. നമ്മൾ ഈ ഒരു 6 മാസം വരെ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ മോളുടെ കാര്യവും ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത്, വീട്ടുകാര്യങ്ങൾ ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത്, എൻ്റെ എക്സസൈസ്, ഈ ഒരു നടത്തം, ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ മൈൻഡ് ഔട്ടായാൽ പോലും ഹസ്ബൻഡ് ഈ ഒരു നിമിഷം വരെ ആൾ ഭയങ്കര കൂളാണ്. എനിക്ക് ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആൾ. ഞാൻ ചോദിക്കാറുണ്ട് ഇടയ്ക്ക്, എന്താണ് ഞാനിങ്ങനെ കിടന്നിട്ടും ഒരു ഇതുമില്ലേ, നീ ഇനി ജീവിതകാലം മൊത്തം ഇങ്ങനെ കിടന്നാലും ഹസ്ബൻഡ് എന്നെ നോക്കും. നമുക്ക് ആ ഒരു ബലമാണ് നമുക്ക്. എൻ്റെ ഈ ഒരു 6 മാസവും ഞാൻ ഇത്രയെങ്കിലും നടക്കാനുള്ള എനിക്ക് ശക്തി എനിക്ക് തന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എക്സസൈസ് ചെയ്യാനും നമുക്ക് നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര മടിയാണ്. കാരണം ഞാനത് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്നാൽ ഇത് ചെയ്യണ്ട, നമുക്ക് ബ്രേക്ക് എടുക്കാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വേദന, പിന്നെ മോളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, വീട്ടുകാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നടക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടം. ഇത്രയും നാൾ നമ്മൾ അടിച്ചു പൊളിച്ച് നടന്നതിന് ശേഷം നമുക്കൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരാൾ സപ്പോർട്ടുള്ളതോളം കാലം നമുക്ക് ഒന്നും സംഭവിക്കില്ല. എന്നെപ്പോലെയുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ മാക്സിമം 100% എഫേർട്ട് എടുത്താലാണ് 1% നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറിക്കുള്ളൊരു പ്രശ്നം. നമ്മൾ കുറേ എഫേർട്ട് എടുക്കണം. ഒരുപാട് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്താലാണ് അതിൽ 1% നമുക്ക് അതിൽ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് എൻ്റെ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നിൽക്കുന്നതൊക്കെ. പിന്നെ മാക്സിമം എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളറിയുന്ന ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ ഫിസിയോ ചെയ്യുന്നവർക്കോ പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു മൈൻഡ് ഔട്ട് ആവും, അത് ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുക. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. വിത്തിൻ സെക്കൻഡ് നമ്മുടെ ജീവിതം മാറിയാം. വിത്തിൻ സെക്കൻഡ് നമുക്ക് പലതും സംഭവിക്കാം. അപ്പോൾ മാക്സിമം കിട്ടുന്ന സമയം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇനി എനിക്ക് ലോങ് വീഡിയോ ഇടൽ എനിക്ക് ഇച്ചിരി പാടാണ്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ലോങ് വീഡിയോസ് ഇടുന്നത് കുറവായിരിക്കും. എന്നാൽ പോലും നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്സ് വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ ലോങ് വീഡിയോ ഇടാം. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രം. എല്ലാവരും ഇത് റൂമിലേക്ക് എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ തിരിച്ച് റൂമിൽ വന്നു, എത്രയും പെട്ടെന്ന് റൂമിൽ വന്നൊന്ന് ഇരിക്കാനുള്ള ഇതിലാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് പോയി ഇരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഹിപ്പിനും നീക്കും ലോക്കുള്ളത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ബെഡിൻ്റെ അവിടെ പോയതിന് ശേഷം ആദ്യം നമ്മുടെ ഹിപ്പിൻ്റെ ലോക്ക് അഴിക്കും ഹസ്ബൻഡ്. അതിന് ശേഷം മാത്രമാണ് നമുക്ക് മുട്ടിലെ ലോക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. കാലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് മുട്ടിലെ ലോക്ക് അഴിക്കാത്തതുകൊണ്ടാണ്. ഹസ്ബൻഡ് അഴിക്കുന്നുണ്ട് നമ്മുടെ ഹിപ്പിൻ്റെ ലോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ 6 മന്തിലുള്ള ഒരു പ്രോഗ്രസ്സിങ് വീഡിയോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നേരം എൻ്റെ വീഡിയോയ്ക്കും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ബൈ.